കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയി. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ആപ്പിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിലാണ് പറയുന്നത്. രണ്ടാമത്തെ ആപ്പ് പറഞ്ഞത് DXP ഇൻ്ററാക്റ്റ്. ഇത് അപ്ലിക്കേഷനും ഉണ്ട്, അതുപോലെ വെബ് പോർട്ടലും ഉണ്ട്. DXP ഇൻ്ററാക്റ്റ് എന്ന് പറഞ്ഞാൽ ദുബായിൽ നടക്കുന്ന കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഐ മീൻ പ്രോപ്പർട്ടി റിലേറ്റഡ് ട്രാൻസാക്ഷൻ. ഇഫ് ഇറ്റ് ഈസ് ഐ എം സെല്ലിങ് മൈ പ്രോപ്പർട്ടി ഓർ ഐ എം ബൈയിങ് എ പ്രോപ്പർട്ടി ഓർ ഇഫ് ഐ എം റെൻറ്റിങ് എ പ്രോപ്പർട്ടി, നിങ്ങൾ റെൻറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ സെല് ചെയ്യുകയാണെങ്കിലും ബൈ ചെയ്യുകയാണെങ്കിലും എവറിഥിങ് റിലേറ്റഡ് ടു പ്രോപ്പർട്ടി ഇറ്റ് വിൽ ബി ഷോൺ ഹിയർ. ഇതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്, ബട്ട് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഗവൺമെൻറ്. ഇവർ DLD ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഡയറക്റ്റ് ഡാറ്റാസ് എടുത്തിട്ട് കണക്റ്റഡ് ആണ്. ഡയറക്റ്റ് ഡാറ്റാസ് എടുത്തിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ DXP ഇൻ്ററാക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം ഇപ്പോൾ ഡൗൺ ടൗൺ അല്ലെങ്കിൽ ബിസിനസ് ബേ അല്ലെങ്കിൽ പാം ജുമേറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു നോക്കുമ്പോൾ, ലൊക്കേഷൻസ് നമ്മൾ അടിച്ചു നോക്കുമ്പോൾ ആ ഏരിയയിൽ ഇന്ന് നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ്, സെയിൽസ് ആണെങ്കിൽ ഏതൊക്കെ സെയിൽസുകൾ നടന്നിട്ടുണ്ട്, അപ്പാർട്ട്മെൻറ്റുകളാണോ, ടൗൺ ഹൗസുകളാണോ, വില്ലകളാണോ, മാൻഷൻസ് ആണോ, പെൻറ്റ് ഹൗസ് ആണോ, കൊമേഴ്ഷ്യലാണോ, റെസിഡൻഷ്യലാണോ, അതുപോലെ ഇത് റെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രക്കാണ് റെൻറ്റ് ചെയ്തിട്ടുള്ളത്, സെല് ചെയ്തിട്ടുള്ളത് എത്രക്കാണ്, പ്രീവിയസ്ലി ഇത് സെല് ചെയ്തിട്ടുള്ള ഏത് പ്രൈസിനാണ്, ആ ഒരു പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി, ഫസ്റ്റ് ഇത് ഓഫ്ലൈൻ ആകുമ്പോൾ വാങ്ങിയ ടൈമിൽ എത്രയായിരുന്നു, പിന്നെ അത് റെഡി ആയപ്പോൾ എത്രയാണ് പ്രൈസ്, ഓരോ വർഷവും അതിന് വന്നിട്ടുള്ള ഇൻക്രിമെൻറ്റ്, ഇപ്പോൾ ലാസ്റ്റ് അത് അടുത്തൊരാൾക്ക് റീസെൽ ചെയ്തപ്പോൾ എത്ര പ്രൈസിനാണ് റീസെൽ ചെയ്തിട്ടുള്ളത്, അങ്ങനെ A to Z ഡീറ്റെയിൽസ് അബൌട്ട് പ്രോപ്പർട്ടി സെയിൽസ് ആൻഡ് റെൻറ്റൽസിനെ പറ്റിയിട്ട് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് DXP ഇൻ്ററാക്റ്റ്. ഈ ഒരു ആപ്ലിക്കേഷൻ മെയിൻലി ഇവിടുത്തെ ഏജൻറ്റുമാരാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ആസ് എ ഇൻവെസ്റ്റർ, ആസ് എ പ്രോപ്പർട്ടി ഓണർ, നിങ്ങളും അത് യൂസ് ചെയ്യൽ മസ്റ്റാണ്. കാരണം പല ഏജൻസും ഒരു പക്ഷേ നിങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് പലതും പറയാം. ഓക്കെ, ഇവിടെ അത്ര പ്രൈസ് കിട്ടും, ഇവിടെ അത്രയാണ് റെൻറ്റൽസ് കിട്ടുക എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ DXP ഇൻ്ററാക്റ്റ് ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി DXP ഇൻ്ററാക്റ്റ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് കയറി നോക്കിയാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങളിപ്പോൾ ഒരു ഡൗൺ ടൗണിൽ അല്ലെങ്കിൽ ബിസിനസ് ബേയിൽ ഒരു പ്രോപ്പർട്ടി എടുക്കുകയാണ്. അപ്പോൾ ബിസിനസ് ബേ അടുത്ത 1 bedroomൻ്റെ സെയിൽസ് ഡീറ്റെയിൽസ് ഫോർ ലാസ്റ്റ് 3 months, ലാസ്റ്റ് 1 month, ലാസ്റ്റ് 3 months, ലാസ്റ്റ് quarter and last 6 months, 1 year, 3 year and complete history will be getting. So നമുക്കറിയാം ലാസ്റ്റ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇയർ ടു ഇയർ എത്രത്തോളം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്, അതിലെത്രയൊക്കെയാണ് പ്രൈസ് വന്നിട്ടുള്ളത്, ഓരോ വർഷവും പ്രൈസ് എത്രയാണ് കൂടിയിട്ടുള്ളത്, ആ ലൊക്കേഷനിലുള്ള അവറേജ് പെർ സ്ക്വയർ ഫീറ്റ് പ്രൈസ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ ഒരു ലൊക്കേഷനിലെ ആവറേജ് പ്രൈസ് എത്രയാണ് പെർ സ്ക്വയർ ഫീറ്റിന്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റിൻ്റെ പ്രൈസ് അതിൽ കുറവാണോ കൂടുതലാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് റെഡി ആയിട്ട് അല്ലെങ്കിൽ റെഡി ആണെങ്കിൽ തന്നെ നമ്മൾ 1 bedroom അല്ലെങ്കിൽ 2 bedroom റെൻറ്റലിന് കൊടുക്കുമ്പോൾ എത്രയാണ് നമുക്ക് റെൻറ്റൽസ് കിട്ടുക, അപ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് സിമിലർ ടവേഴ്സിൽ നിന്ന് എത്രയാണ് റെൻറ്റൽസ് കിട്ടുന്നത്. ഈവൻ നമുക്ക് അതിൻ്റെ ടവേഴ്സിൻ്റെ പേര് വരെ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും. ടവേഴ്സിൻ്റെ പേര്, അതിൽ ഇത്രാമത്തെ ഫ്ലോറിൽ ഇത്രാമത്തെ യൂണിറ്റ് നമ്പർ അവർ മുൻപ് മെൻഷൻ ചെയ്തിരുന്നു. ബട്ട് ഇപ്പോൾ അത് യൂണിറ്റ് നമ്പർ മെൻഷൻ ചെയ്യില്ല. ബട്ട് ഇപ്പോൾ ഏത് ഫ്ലോറിലാണെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, ഏത് വ്യൂവിലാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുക്കാൻ പോകുന്ന പ്രോപ്പർട്ടി സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആ സെയിം ലൊക്കേഷനിൽ എത്രയാണ് വാല്യൂസ്, എത്രയാണ് റെൻ്റൽ ഇൻകംസ്, എത്രയാണ് റിട്ടേൺസ് പ്രതീക്ഷിക്കാൻ പറ്റിയ A to Z കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ബേസിക് സമ്മറി എന്നുള്ള നിലയിൽ ടോട്ടൽ ദുബായിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസും അതിൻ്റെ ആവറേജ് റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇവർ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും കഴിഞ്ഞൊരു മാസം 15 billion, 20 billion, 55 billion, 60 billion എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ കാണാറുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഡാറ്റയൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ഒഫീഷ്യൽ പബ്ലിക്കേഷനിൽ നിന്ന് ഇവരാണ് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനത്തെ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള A to Z ഡാറ്റാസ്, റിപ്പോർട്ടുകൾ കിട്ടുന്ന, ഓതൻറ്റിക് ആയിട്ട് റിപ്പോർട്ടുകൾ കിട്ടുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനാണ് DXP ഇൻ്ററാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള രണ്ടാമത്തെ ആപ്ലിക്കേഷൻ.